വി.എസ്. അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായി അടുത്തിടെ പേര് നൽകപ്പെട്ട സസ്യമേത്? ഉത്തരം ഇംപേഷ്യൻസ് അച്യുതാനന്ദനി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും ദീർഘകാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. 1947 മുതൽ 1964 വരെ. മഹാത്മാഗാന്ധിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന പ്രശസ്തമായ കവിത രചിച്ചതാര്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. ഗാന്ധിയൻ ആദർശങ്ങൾ ഉൾക്കൊണ്ട് ഗ്രാമീണ ജീവിതം പ്രമേയമാക്കി കവിതകൾ രചിച്ച കുട്ടനാടിൻ്റെ കവി എന്നറിയപ്പെടുന്നതാര്? ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള ആദ്യകാല ചെറുത്തുനിൽപ്പുകളിലൊന്നായ പഴശ്ശിരാജയുടെ ജീവിതം ആസ്പദമാക്കി സർദാർ കെ.എം. പണിക്കർ രചിച്ച ചരിത്രാഖ്യായിക ഏത്? ഉത്തരം കേരളസിംഹം. ആരുടെ ആത്മകഥയാണ് അൺബ്രേക്കബിൾ? ഉത്തരം മേരി കോം. നിവർന്നു നടക്കാൻ കഴിയുന്ന പക്ഷി ഏത്? ഉത്തരം പെൻഗ്വിൻ. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം നന്ദലാൽ ബോസ്. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? ഉത്തരം പസഫിക് സമുദ്രം. പ്രഥമ ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആര്? ഉത്തരം സുഗതകുമാരി. മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നതെന്ന്? ഉത്തരം ഫെബ്രുവരി 21. ദേശീയ കൈത്തറി ദിനം എന്നാണ്? ഉത്തരം ആഗസ്റ്റ് 7. കൊച്ചിയെ അറബിക്കടലിന്റെ റാണി എന്ന് വിശേഷിപ്പിച്ച ദിവാൻ ആര്? ഉത്തരം RK ഷൺമുഖം ചെട്ടി. മൗഗ്ലി എന്ന കഥാപാത്രത്തിന്റെ സ്രഷ്ടാവ് ആരാണ്? ഉത്തരം റുഡ്യാർഡ് കിപ്ലിംഗ്. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രവർഗ കലാപം ഏത്? ഉത്തരം സാന്താൾ കലാപം. ലക്ഷദ്വീപിലെ ഔദ്യോഗിക ഭാഷ ഏത്? ഉത്തരം മലയാളം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? ഉത്തരം തൃശൂർ. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം അക്കമ്മ ചെറിയാൻ. കാലത്തിന്റെ കവിളിൽ വീണ കണ്ണുനീർ തുള്ളി എന്ന് രവീന്ദ്രനാഥ ടാഗോർ വിശേഷിപ്പിച്ചത് ഏതിനെയാണ്? ഉത്തരം
താജ്മഹൽ. പതാകകളെ കുറിച്ചുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം വെക്സിലോളജി. സംസ്ഥാന വനിതാ കമ്മീഷന്റെ കേരളത്തിലെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആര്? ഉത്തരം അഡ്വക്കേറ്റ് പി സതീദേവി. കേരളത്തിൽ 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന പ്രളയം ഉണ്ടായ വർഷമേത്? ഉത്തരം 1924. കൊല്ലവർഷം 1099. ഇങ്ങനെയൊരു മഹാൻ രക്തവും മാംസവുമുള്ള മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് വരും തലമുറ വിശ്വസിക്കുന്ന കാര്യം സംശയമാണ്. മഹാത്മജിയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞതാര്? ഉത്തരം ആൽബർട്ട് ഐൻസ്റ്റീൻ. കാലാപാനി എന്നറിയപ്പെടുന്ന സെല്ലുലാർ ജയിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം പോർട്ട് ബ്ലെയർ, ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ സ്റ്റാമ്പ് ആദ്യമായി പുറത്തിറക്കിയ വിദേശ രാജ്യമേത്? ഉത്തരം അമേരിക്ക. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ഊർജം പകർന്ന വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന വരി ആരുടേത്? ഉത്തരം അംഷി നാരായണ പിള്ള. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നു. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ദാദാഭായ് നവറോജി. കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഉത്തരം കെ കേളപ്പൻ. നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മത്സ്യോൽപാദനം. ആകാശമിഠായി ആരുടെ സ്മാരക മന്ദിരത്തിന്റെ പേരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് ആര്? ഉത്തരം ഡോക്ടർ MS സ്വാമിനാഥൻ. വന്ദേ മാതര ഗാനം പാടി പുഞ്ചിരി തൂകിക്കൊണ്ട് തൂക്കുമരത്തിലേക്ക് നടന്ന മലയാളിയായ സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു? ഉത്തരം വക്കം അബ്ദുൽ ഖാദർ. 1949 നവംബർ 25 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഗ്രാമർ ഓഫ് അനാർക്കി എന്ന വിഖ്യാതമായ പ്രസംഗം നടത്തിയ വ്യക്തി ആര്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. 1952 ജവഹർലാൽ നെഹ്റുവിന്റെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് പ്രത്യേകമായി ഒരുക്കിയ ചുണ്ടൻ വള്ളംകളി മത്സരം ഇപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം നെഹ്റു ട്രോഫി. ദേശീയ നിയമദിനമായി അറിയപ്പെടുന്ന ദിനമേത്? ഉത്തരം നവംബർ 26. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്?
ഉത്തരം പിംഗലി വെങ്കയ്യ. ദി ഡിസ്കവറി ഓഫ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര്? ഉത്തരം CH കുഞ്ഞപ്പ. ഈ ചോദ്യത്തിനുള്ള ഉത്തരം കമന്റ് ചെയ്യൂ. ദി ഗോൾഡൻ ബോയ് എന്നറിയപ്പെടുന്ന ഫുട്ബോൾ ഇതിഹാസം ആര്?